ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഓർഗാനിക് ക്ലോത്ത് വെച്ചിട്ടുള്ള ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റോസ് ഫ്ലവറാണ്. അതിൻ്റെ പല കളറുള്ള റോസപ്പൂ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 4x4 സെൻറ്റിമീറ്റർ വീതി നീളമുള്ള 2 പീസ്, അതുപോലെ തന്നെ 6x6 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള 4 പീസ്, 8x8 സെൻറ്റിമീറ്റർ വീതി നീളമുള്ള 4 പീസ്, 10x10 സെൻറ്റിമീറ്റർ വീതി നീളമുള്ള 4 പീസ്, പിന്നെ ഗ്രീൻ ടേപ്പ്, കത്രിക, ഫ്ലവർ കമ്പി. ഇത് അത്യാവശ്യമുള്ള സാധനമാണ്. പിന്നെ ഇത് 2 നമുക്ക് ആവശ്യമായിട്ട് 2 കട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഈ കോണോട് കോണുകൾ കണ്ടോ, അതിന് ഈ ഒരു കോണിങ്ങോട്ട്, ഈ ഒരു കോണിങ്ങോട്ട്, എന്നിട്ട് നേരെ താഴത്തേക്ക്, എന്നിട്ട് നമ്മൾ ഈ തള്ളവിരൽ ഇവിടെ വെച്ച് അതിൻ്റെ താഴത്തെ ഭാഗം നമ്മളിങ്ങനെ ചുരുട്ടണം. നല്ലോണം ചുരുട്ടി ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ 2 ഭാഗം നമ്മൾ സൈഡിലേക്ക് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇതും നമുക്ക് ചെയ്ത് നോക്കാം. ഈ സൈഡ് ഇങ്ങോട്ട് മടക്കുക, ഇപ്പുറത്തെ സൈഡ് ഇങ്ങോട്ടും മടക്കുക. മനസ്സിലായോ? എന്നിട്ട് അതിനെ നേരെ താഴത്തേക്ക് കൊണ്ടുവരിക. തള്ളവിരൽ നടുക്ക് വെച്ചിട്ട് ആ താഴത്തെ ഭാഗം നമ്മൾ ചുരുട്ടി കൊടുക്കുക. ഒരു ഇതിൻ്റെ സൈസായി അത് നമ്മൾ സൈഡിലേക്ക് മടക്കി കൊടുക്കും. ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മൾ ഇതളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കമ്പി എടുക്കുക, ഈ ഫ്ലവർ കമ്പി എടുക്കുക. ചെറിയൊരു ഫ്ലവർ കമ്പി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ലവർ കമ്പി എടുത്ത് നമ്മൾ ചെറുതായിട്ട് 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ അതിൽ നിന്ന് 1 എടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ചുറ്റി കൊടുക്കുക. ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അവിടെ പിരിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ പിരിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് 4x4 എന്നുള്ള ആ ചെറിയ ഇതള് ആദ്യം എടുത്ത് കുറച്ച് താഴത്തായിട്ട് വയ്ക്കുക. ഇങ്ങനെ ഇതുപോലെ വയ്ക്കുക. ഇതുപോലെ വെച്ചിട്ട് ഈ ഏറ്റവും വലിയ കമ്പി, ഫ്ലവർ കമ്പി എടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള നീളം ഇവിടെ ഇട്ട് ഒരു ചുറ്റുക. പിന്നെ വീണ്ടും അതിൻ്റെ ക്രോസ് ആയിട്ട് വയ്ക്കുക. ഇതിവിടെയല്ലേ നമ്മൾ വെച്ചേക്കുന്നത്. ഇതിൻ്റെ നേരെ എതിർവശത്തായിട്ട് ഇങ്ങനെ വെച്ച് അതിനെ ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കുക. പിന്നെ അതിലും വലിയൊരെണ്ണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചായിരുന്നല്ലോ ഇതൾ, ആ ഇതളെടുത്തിട്ട് അതിൻ്റെ മുമ്പ് ഈ ഇപ്പുറത്തെ സൈഡിൽ വെച്ച് ചുറ്റുക. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഗ്യാപ്പ് ഉള്ളിടത്ത് വെച്ച് ഒരു ചുറ്റും കൂടെ ചുറ്റുക. വീണ്ടും നമ്മൾ ഇവിടെ വയ്ക്കുക. അതിലും വലിയ സൈസിലുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്തത് നമ്മളെടുത്ത് ഇവിടെ വയ്ക്കുക. ഇപ്പുറത്തെ സൈഡിൽ വയ്ക്കുക. ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഇത് ഈ സൈഡിൽ വയ്ക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ചുറ്റി കൊടുക്കുക. ഇവിടെ വയ്ക്കുക. ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയാക്കി എടുക്കാം. വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റും കൂടെ ആക്കി വെച്ച് ആ വലിയത് 10x10 എന്നുള്ളതും കൂടെ നമ്മളെടുത്ത് ഏറ്റവും നമ്മൾ ഇതളെല്ലാം ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ബാക്കിയുള്ള കമ്പി നമ്മൾ ചുറ്റി താഴെ വരെ കൊണ്ടുവരിക. അതിനുശേഷം ഗ്രീൻ ടേപ്പ് എടുക്കുക. ഗ്രീൻ ടേപ്പ് എടുത്ത്
ഇതിൻ്റെ ചുവട്ടിലായിട്ട് ആവശ്യത്തിന് ചുറ്റി കൊടുക്കുക. നമ്മൾ ചുറ്റി കൊടുക്കുക. ഇപ്പം നമ്മൾ പൂ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക.